ഡോക്ടർ ഗിനിൽ കുമാറാണ്. ഇന്ന് ലോകത്തിൻ്റെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇറാഖ്, ഈജിപ്ത്, സിറിയ, പാകിസ്ഥാൻ, കാശ്മീർ, ചെച്നിയ, അങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും അക്രമ സംഭവങ്ങളുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഭാഗം മുസ്ലിം ഭാഗമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഇത്രയൊക്കെ നമ്മൾ ഒരു മതത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവസാനമായി ആത്യന്തികമായി നമ്മൾ ആലോചിക്കുന്നത് അത് സമൂഹത്തിന് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ ഒരു പോരടിക്കുന്ന വിഭാഗത്തിലേക്ക് ഒരു സമൂഹത്തിനെ കൊണ്ടുചെന്നെത്തിക്കുകയാണെങ്കിൽ ആ മതം ഈ സമൂഹത്തിന് എത്രമാത്രം ഉപകാരം ചെയ്യുന്നു എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇത് ബേസിക്കായിട്ട് പറ്റാത്തത് ഹിന്ദു മതത്തിൽ എനിക്ക് ഇപ്പോൾ കൃഷ്ണനെ പറ്റിയോ ആരെപ്പറ്റി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞാലും ശരി എനിക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഞാൻ അന്ധമായിട്ടത് ആലോചിക്കാൻ പറ്റില്ല. കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം എല്ലാ ജീവികളിലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഈ വൃക്ഷമായാലും ശരി ചെറിയ ഒരു ഉറുമ്പായാലും ശരി എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനാണ്. മാത്രമല്ല ഒരു മുസ്ലിം സഹോദരൻ 100% അദ്ദേഹത്തിൻ്റെ മതരീതിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് ഏത് ലെവലിൽ എത്തിച്ചേരുന്നോ അതേ ലെവലിൽ തന്നെ ആ മുസ്ലിം സുഹൃത്തും എത്തിച്ചേരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയും. കാരണം എന്നെ എൻ്റെ മതം പഠിപ്പിക്കുന്നത് അതാണ്. ആ സ്ത്രീക്ക് എനിക്കൊരിക്കലും ഒരു മുസ്ലിം സഹോദരന് നേരെ എതിരടിക്കാൻ കഴിയില്ല. ഈ ഒരു ആ സ്നേഹം മുസ്ലിം ഇതിൽ വളർത്താത്തത് കൊണ്ടാണോ ഇത് ഈ ഒരു വിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നത്? കാരണം ഒരു വിഭാഗം എപ്പോഴും പോരടിച്ചുകൊണ്ട്, കാരണം അങ്ങേയറ്റത്തിരിക്കുന്ന ഒരു ഈശ്വരന് വേണ്ടി ആലോചിക്കുമ്പോൾ നമ്മൾ തമ്മിൽ തല്ലിയാൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു രൂപത്തിൽ തമ്മിലടിക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം എനിക്കത് കഴിയില്ല. കാരണം ഞാൻ എൻ്റെ സഹോദരനായിട്ടാണ് ഓരോ മുസ്ലിം സഹോദരനെയായാലും ക്രിസ്ത്യൻ സഹോദരനെയായാലും എനിക്ക് കാണാൻ കഴിയും. കാരണം ഓരോ തൂണിലും തുരുമ്പിലും നിൽക്കുന്ന ആ ഈശ്വരൻ ആണ് ശ്രീകൃഷ്ണൻ ആണെന്നാണ് അദ്ദേഹം പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം സഹോദരൻ പറയുകയുണ്ടായി സ്ത്രീ ഒരു പാപപ്രജയാണെന്ന്. തീർച്ചയായും അല്ല. ദുർഗാദേവിയായിട്ടും ഈശ്വരനായിട്ട് സ്ത്രീയെ കാണണമെന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞു വരുന്നത് മതവിഭാഗത്തിലെ കണ്ണിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നീച സൃഷ്ടിയായിട്ടല്ല, സ്ത്രീയെ ഒരു ഈശ്വരനായിട്ട് കാണണമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു മതം ഇതുമാണ്. ഇങ്ങനെ തെറ്റായ ഒരു വിചാരം സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന്, ഒരു മതപരിപാടിയെ ഇതിനെ അധപ്പതിക്കരുത് എന്നും കൂടി പറയാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. രണ്ട് ചോദ്യങ്ങളാണ് സഹോദരൻ ചോദിച്ചത്. ഒന്ന്, ഇസ്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത്. രണ്ട്, സ്ത്രീകൾക്ക് ഹൈന്ദവ മതങ്ങൾ ഉന്നതമായ സ്ഥാനം നൽകുന്നു. എന്നാൽ ഞാനും അതുപോലെ പ്രഭാഷണം നടത്തിയ MM അക്ബറും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. ആദ്യത്തേതിന് മറുപടി ആദ്യം നൽകാം. ഒരു കന്യാസ്ത്രീയുടെ വേഷം ആത്മീയതയുടെ പ്രതീകമായി കാണുന്നവർ തന്നെ ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷത്തെ ചൂഷണത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞൻ്റെ താടി വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കാണുന്നവർ തന്നെ ആ ശാസ്ത്രജ്ഞൻ ഒരു മുസ്ലിമാണെങ്കിൽ അയാളുടെ താടിയെ മതമൗലികവാദത്തിൻ്റെ ചിഹ്നമായി ചിത്രീകരിക്കുന്നു. സ്നേഹത്തെയും സമാധാനത്തെയും കുറിച്ച് BBC-യും CNN-ഉം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് കാണിക്കുമ്പോൾ അക്രമത്തെയും മതമൗലികവാദങ്ങളെയും ചിത്രീകരിക്കുന്ന അവസരങ്ങളിൽ മുസ്ലിം പള്ളികളിൽ വിശ്വാസികൾ നമസ്കരിക്കുന്നത് കാണിക്കുന്നു. ക്രൂരന്മാരായ അനേകം ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഏക മതവുമായുള്ളവരുടെ ഏക ബന്ധം ആ മതത്തിൽ ജനിച്ചു എന്നല്ലാതെ മറ്റൊന്നുമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ ഒരു റോമൻ കത്തോലിക്കനായിരുന്നു. അയാൾ വധിച്ചതാകട്ടെ യഹൂദരെയും. ആരും ഹിറ്റ്ലറിനെ ക്രിസ്ത്യൻ ഹിറ്റ്ലർ എന്ന് വിളിക്കാറില്ല. ആരും മുസോളിനിയെ ക്രിസ്ത്യൻ മുസോളിനി എന്ന് വിളിക്കാറില്ല. ഈ അടുത്ത കാലത്ത് ലക്ഷക്കണക്കിന് നിരപരാധികളായ മുസ്ലിങ്ങളെ ബോസ്നിയയിലും കോസവോയിലും ചെച്നയിലും കൊന്നൊടുക്കിയ സെർബുകൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെർബുകളായിരുന്നു.
അവരെ ആരും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെർബുകൾ എന്ന് വിളിക്കാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ക്രൂരനായ ഭരണാധികാരിക്ക് മുസ്ലിം നാമം ഉണ്ടായിപ്പോയാൽ അയാളെ മുസ്ലിം എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് നയം. ഞാനൊരിക്കലും പറയുകയില്ല ഹിറ്റ്ലർ ക്രിസ്ത്യാനിയാണെന്ന്, മുസോളിനി ക്രിസ്ത്യാനിയാണെന്ന്. അതുപോലെ തന്നെയാണ് മുസ്ലിം നാമം ധരിച്ച ഭരണാധികാരികളും. രണ്ടാം ലോക മഹായുദ്ധം ആരംഭം കുറിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇറ്റലിയിലും ജർമ്മനിയിലുമൊന്നും അമേരിക്ക ആറ്റം ബോംബിട്ടില്ല. കാരണം അവിടങ്ങളിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. ജപ്പാനിലുള്ളത് ഇതര മതവിശ്വാസികളും. എന്നിട്ടും അമേരിക്കൻ ബോംബുകളെ ആരും ക്രിസ്ത്യൻ ബോംബുകൾ എന്ന് വിളിക്കാറില്ല. എന്നാൽ ഇറാഖ് ഒരു ബോംബ് ഉൽപ്പാദിപ്പിക്കട്ടെ, സൗദി അറേബ്യ ഒരു ബോംബ് ഉൽപ്പാദിപ്പിക്കട്ടെ, അതിനെ ക്രിസ്ത്യൻ ബോംബുകൾ എന്ന് വിളിക്കും. എൻ്റെ സഹോദരൻ പ്രശ്നം സംബന്ധിച്ച് പറഞ്ഞു, ഫലസ്തീനിൽ എന്താണ് പ്രശ്നം? ഫലസ്തീനിൽ നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സഹായത്തോടുകൂടി തുരത്തി. അവിടെ ഫലസ്തീനിൽ മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമരമല്ല, അവരുടെ നാടിന് വേണ്ടിയുള്ള സമരമാണ്. എന്നാൽ ഇസ്ലാമിനെ വളരെ മോശമായി കാണുവാൻ വേണ്ടി അവരെ മുസ്ലിങ്ങളായി ചിത്രീകരിക്കുന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ചെച്ചനയിൽ റഷ്യക്കാർ ചെച്ചന്യക്കാരെ കൊന്നൊടുക്കുകയാണ്, അവിടെ ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പടപൊരുതുന്നത്. എന്തുകൊണ്ട് അയർലൻഡിലെ കലാപകാരികളെ അല്ലെങ്കിൽ അയർലൻഡിലെ ഗറില്ലകളെ, മനുഷ്യരെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന അയർലൻഡിലെ ആളുകൾ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നില്ല? അവിടെ പ്രോട്ടസ്റ്റൻസും റോമൻ കത്തോലിക്കരും തമ്മിലുള്ള യുദ്ധമല്ലേ? ഈ ഇരട്ടത്താപ്പ് നയം പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കുക. മറ്റൊന്ന്, ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മതം സ്നേഹത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിലാണ് ഹൈന്ദവരുടെ മതസഹിഷ്ണുതയെ ഞാൻ പുകഴ്ത്തി പറഞ്ഞത്. നിങ്ങളത് കേട്ട് കാണും. എന്നാൽ താങ്കളുടെ മതത്തിൽ ശ്രീകൃഷ്ണൻ യുദ്ധത്തിനെന്തുകൊണ്ട് പ്രേരിപ്പിച്ചു? നന്മയുടെ യുദ്ധം എന്ന പേരിലല്ലേ പ്രേരിപ്പിച്ചത്? ബന്ധുക്കൾക്കിടയിലുള്ള ഒരു രാജ്യഭരണത്തിൻ്റെ തർക്കത്തിൻ്റെ പേരിലാണ് യുദ്ധത്തെ പ്രേരിപ്പിച്ചതെങ്കിൽ വിശുദ്ധ ഖുർആൻ അൽ ബഖറയിൽ പറയുന്നു 190-ാം വചനത്തിൽ, നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് എങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കപ്പെടുകയാണ് എങ്കിൽ, നിങ്ങളെ ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. പ്രതിരോധനം, ഡിഫൻസ് എന്ന നിലയിൽ മാത്രം. ഈ റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അത് ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് നൽകുന്നില്ലേ? ഈ അവകാശങ്ങൾ മാത്രമല്ലേ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളൂ, മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. അവിടെയും ഖുർആൻ പറയുന്നു, നിരപരാധികളൊന്നും ചെയ്യരുത്. ആ അക്രമം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ തടുക്കുക എന്നതല്ലാതെ അതിക്രമങ്ങൾ നിങ്ങൾ കാണിക്കരുത് എന്ന്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന്. ഇനി ഖുർആൻ പറയുന്നു പ്രവാചകനെ സംബന്ധിച്ച്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്, ഉത്ബോധനം നടത്തുക എന്നതാണ് താങ്കളുടെ ബാധ്യത, അവരിൽ മതം അടിച്ചേൽപ്പിക്കുകയല്ല എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം, സ്ത്രീകളെ ഇത്രമാത്രം ഉയർത്തിക്കാണുന്ന ഹൈന്ദവ മതത്തെ സംബന്ധിച്ചാണോ നിങ്ങളിത് പറയുന്നത്? യാജ്ഞവൽക്യോപനിഷത്തിലെ 17-ാം ശ്ലോകത്തിൽ പറയുന്നു, കാമനാംന കിരാതേന വിഗീർണ മുഗ്ധ ചേതസ നര്യോ നര വിഹംഗന മംഗബന്ധന ബാഗുര. പുരുഷൻ അകപ്പെടുത്തുവാൻ കാമദേവൻ സൃഷ്ടിച്ചതാണ് മുഗ്ധചേതസ്സുകളായ സ്ത്രീകൾ. മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, ശയ്യാസനം അലങ്കാരം കാമം ക്രോധം മനാർജവം ദ്രോഹഭാവം കുചര്യാം ച സ്ത്രീഭ്യോ മനുരകൽപ്പയത്. ശയനം, ആസനം, അലങ്കാരം, കാമം, ക്രോധം, വക്രത, പരനിന്ന എന്നിവ ജന്മനാൽ മനു സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നു. മനുസ്മൃതിയിൽ 9-ാം അധ്യായത്തിലെ 81-ാം വചനത്തിൽ പറയുന്നു, വന്ധ്യാഷ്ടമേ ദിവേദ്യാബ്ദേ ദശമേതു മൃതപ്രജ ഏകാദശേ സ്ത്രീജനനി സത്യസ്ത്വപ്രിയവാദിനി. വന്ധ്യയാണ് ഭാര്യയെങ്കിൽ 8-ാം വർഷവും, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്നുവെങ്കിൽ 10-ാം വർഷവും, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പെൺകുട്ടികളാണ് എങ്കിൽ 11-ാം വർഷവും, അപ്രിയം പറയുന്നവളാണ് എങ്കിൽ ഉടനെ തന്നെയും ഭർത്താവിന് വേറെ ഭാര്യയെ സ്വീകരിക്കാമെന്ന്. പും നാമ നരകാത്രായതേയനസ പുത്ര, പും എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാരോ അവനാണ് പുത്രൻ എന്ന് വർത്തുള രത്നാകരം പ്രഖ്യാപിക്കുന്നു. പുത്രൻ എന്ന പദം തന്നെ വന്നിരിക്കുന്നത് പുമ്മിൻ്റെ പൂയും ത്രായത രക്ഷിക്കുന്നതിൻ്റെ ത്രായതയുടെ ത്രായും കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞു, സുകുലെ യോജയേത് കന്യാം പുത്രം വിദ്യാസു യോജയേത്. പെൺകുട്ടികളെ നല്ല കുടുംബത്തിലേക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് പറയുന്നില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ത്വലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. വിദ്യാഭ്യാസ സമ്പാദനം ഒരു മുസ്ലിം പുരുഷൻ്റെയും